വിമല ചേച്ചി എന്ന് പറയുന്നത് ശ്രീനേട്ടൻ്റെ എക്കാലത്തെയും ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ് ആണ്. വിമല ചേച്ചിയായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ശ്രീനേട്ടൻ സംസാരിക്കുന്ന പറഞ്ഞാൽ പയർ അപ്പുറത്ത് വാടി, തക്കാളി 2 താഴെ പോയി. പരസ്പരം സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുഖത്തെപ്പോഴും ചിരിയുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വിമല കാരണമാണ് ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ഇത്രയൊക്കെ സ്നേഹിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ഈ സ്നേഹം കൂടുതലായിട്ട് അനുഭവിക്കാൻ ഒരു മോഹമുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം കൂടെ കല്യാണം കഴിച്ചാലോ വേറെ അത്രയും സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ, ഒരാളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത് കേട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയും ചെയ്യും. ശ്രീനേട്ടൻ്റെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആദ്യം പറയേണ്ട പേര് വിമല ചേച്ചിയുടേതാണ്. വിമല ചേച്ചി എന്ന് പറയുന്നത് ശ്രീനേട്ടൻ്റെ എക്കാലത്തെയും ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ് ആണ്. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഒരിക്കൽ എൻ്റെ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ശ്രീനേട്ടൻ്റെ ഒരു കോൾ വന്നിട്ട് മലയാളത്തിലെ ഏറ്റവും വലിയൊരു താരം ഫോണിൽ ശ്രീനേട്ടനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കോൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു കോള് കയറി വരും. നമുക്കറിയാം, നമ്മൾ അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ശ്രീനേട്ടൻ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. നോക്കുമ്പോൾ ചേച്ചിയാണ്, വിമല ചേച്ചി വിളിക്കുന്ന. പിന്നെ വിമല ചേച്ചിയായിട്ടൊരു 10-15 മിനിറ്റ് നേരം ശ്രീനേട്ടൻ സംസാരിക്കുന്ന പറഞ്ഞാൽ പയർ അപ്പുറത്ത് വാടി, തക്കാളി 2 താഴെ പോയി. ഇത്ര വിഷയം ശ്രീനേട്ടൻ ഭയങ്കരമായിട്ട് അതിനുള്ള മറുപടികൾ പറയും, അത് ആരെ വിളിക്കണമെന്ന് പറയും. ഇത്തരത്തിൽ ഒരു ചെറിയ വിഷയമായിരിക്കും, പക്ഷെ അത് പറയുന്ന ആൾ വിമല ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനേട്ടൻ അത് ഏറ്റവും വലിയ വിഷയമാണ് ലോകത്തിലെ. അത് ശ്രീനേട്ടൻ അവിടെ ചെല്ലുമ്പോൾ, ശ്രീനേട്ടൻ അസുഖം ഉണ്ടായതിന് ശേഷം നിഴൽ പോലെ ചേച്ചിയുണ്ട്, അല്ലാത്തപ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ചേച്ചിയുടെയും ഏറ്റവും വലിയ പ്രിഫറൻസ് ശ്രീനേട്ടനാണ്. ശ്രീനേട്ടൻ അവിടെ ചെല്ലുമ്പോൾ നമ്മളുള്ളപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചേച്ചി ഇങ്ങനെ കറങ്ങി ശ്രീനേട്ടന് ചുറ്റും ഇങ്ങനെ കറങ്ങി നിൽപ്പുണ്ടാവും. ശ്രീനേട്ടനാണെങ്കിൽ ഏത് കാര്യത്തിലും പരസ്പരം സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുഖത്തെപ്പോഴും ചിരിയുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതും ഇത്രയും വർഷങ്ങൾക്ക്, 40-42 വർഷങ്ങൾക്ക് ശേഷവും ഒരു ദാമ്പത്യം അത്രമാത്രവും സ്നേഹവും പരസ്പര വിശ്വാസവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ദാമ്പത്യം അവർക്കിടയിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഈ 2 പേരും പരസ്പരം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുകയും ചെയ്യും. നല്ല രസമാണത്. ഒരിക്കൽ ഞാനുള്ളപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, പ്രേംലാലെ, ഈ വിമല കാരണമാണ് ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ഇത്രയൊക്കെ സ്നേഹിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ഈ സ്നേഹം അനുഭവിച്ച് ഇപ്പം എനിക്ക് തോന്നുകയാണ്, ഈ സ്നേഹം കൂടുതലായിട്ട് അനുഭവിക്കാൻ ഒരു മോഹമുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം കൂടെ കല്യാണം കഴിച്ചാലോ വേറെ അത്രയും സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ എന്ന് തോന്നുന്നുണ്ട്, ഒരാളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത് കേട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വളരെ ഒരുപക്ഷെ പുറത്ത് എവിടെയെങ്കിലും ശ്രീനേട്ടൻ്റെ ഇപ്പം നമ്മൾ കാഞ്ചന എന്ന് പറയുന്നൊരു കഥാപാത്രത്തൊക്കെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ ശ്രീനേട്ടൻ, ഈ എന്താണ് തലയണ മന്ത്രം എന്നൊക്കെ പറയുന്ന കൊടുത്ത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ദാമ്പത്യത്തിൽ, തൻ്റെ പങ്കാളിയിൽ നിന്ന് തനിക്ക് കിട്ടുന്ന സ്നേഹത്തെയും വിശ്വാസത്തെയും ആ പ്രതീക്ഷകളെയും ഒക്കെ തന്നെ അപ്പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ അതുപോലുള്ളൊരു കഥാപാത്രം ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം ശ്രീനേട്ടനുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തെ, തൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിത്തത്തെ, അതിനെയെല്ലാം ഒരു മാനദണ്ഡമായി വെച്ചുകൊണ്ട് ലോകത്തെ അത്തരത്തിലുള്ള കഥാപാത്രത്തെ, നെഗറ്റീവായൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ പോലും ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നൊരു വീക്ഷണം ഉണ്ടായാൽ, അതുണ്ടായതാണ് എനിക്ക് തോന്നുന്നത് ശ്രീനേട്ടന് വളരെ എളുപ്പത്തിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ കഥകൾ എഴുതാൻ പറ്റിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് നമുക്കറിയാവുന്നതുപോലെ ലൊക്കേഷനിലൊക്കെ ഇരുന്ന് എഴുതാവുന്ന ആളാണ് ശ്രീനേട്ടൻ. തിരക്കഥകൾ പലപ്പോഴും മിക്കവാറും സിനിമകളൊക്കെ സ്വന്തം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകൾ പോലും പലപ്പോഴും അങ്ങനെയായിരുന്നു. അല്ലാതെ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്ത് കൊണ്ടുചെന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ശ്രീനേട്ടൻ. അത് എനിക്ക് പേഴ്സണലി എന്നോട് ഒരിക്കലും അത് പറഞ്ഞിട്ടുണ്ടൊരു കാര്യം. അതായത് ആത്മകഥ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് സീൻ ചെയ്യുന്ന സമയത്ത് ശ്രീനേട്ടൻ ഷഫ്നയോട് പിന്നെ ആ മകള് സൂയിസൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതിന് ശേഷം ആ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ അച്ഛൻ ആദ്യമായി ശ്രമിക്കുന്ന, നീ ചെയ്തത് തെറ്റാണെന്ന് മകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗമാണത്. വളരെ വൈകാരികമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്.
അപ്പം ആ സീൻ എടുക്കുന്ന നേരത്ത് ശ്രീനേട്ടൻ എൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തു, ഇത് വായിച്ചു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രേംലാൽ ഇത് കൊള്ളാം, പക്ഷേ എന്തോ മിസ്സിംഗ് ആണ്, ഇത് ഒന്നുകൂടെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനിത് അപ്പം ഫുൾ ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുകയാണ്, എല്ലാവരും യൂണിറ്റ് ഒക്കെ ചുറ്റും നിൽക്കുകയാണ്, എല്ലാ നടന്മാരൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഒരു കസേര അങ്ങോട്ട് വലിച്ചിട്ടിരുന്ന് ആ ലൊക്കേഷൻ്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നത് ഞാൻ എഴുതുകയാണ് വീണ്ടും. ആ സീൻ ഒന്നുകൂടെ ഒന്ന് വേറെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എഴുതി വേറെ മാതിരി ഒന്ന് മാറ്റി എഴുതി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും ശ്രീനേട്ടൻ്റെ അടുത്ത് ഇത് വായിക്കാൻ കൊടുത്തു. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, ഇത് മുമ്പ് എഴുതിയതിനേക്കാളും വളരെ ബെറ്ററായി, പക്ഷെ ഇപ്പോഴും എന്തോ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പേപ്പറുമായിട്ട് മാറിയിരിക്കുന്നു, ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കുന്നു, വീണ്ടും എഴുതുന്നു, ശ്രീനേട്ടൻ്റെ അടുത്ത് കൊടുത്തു. ശ്രീനേട്ടൻ വീണ്ടും വായിച്ചു, ഒരു ചിരി മുഖത്ത് വന്നു. ലാൽ ഇതാണ് വേണ്ടത്, ഇപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയത് എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം ഇത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം വൈകിട്ട് മടങ്ങുമ്പോൾ എന്നോട് അമ്പിളിച്ചേട്ടൻ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞു, ശ്രീനേട്ടൻ ഇക്കാര്യത്തിൽ ജഗദീഷ് ചേട്ടനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, പറഞ്ഞാൽ നടക്കുമെന്ന് ഉറപ്പ് നമുക്കുള്ളൊരു സ്ഥലത്തല്ലേ നമ്മൾ വീണ്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യം ആവശ്യപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു എന്ന് അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞു. എനിക്കത് ഭയങ്കരമായൊരു സർട്ടിഫിക്കറ്റ് പോലെ ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടായതിന് ശേഷം അന്ന് വൈകുന്നേരം ശ്രീനേട്ടൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ശ്രീനേട്ടനോട് പറഞ്ഞു, പ്രേംലാൽ ഞാൻ ഈ മറ്റേ ജനറേറ്ററിൻ്റെ അടുത്തിരുന്നും പിന്നെ ഓരോ മരച്ചില്ലയുടെ താഴെ ഇരുന്നുമൊക്കെ ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, ഒന്ന് ശ്രമിച്ചാൽ പ്രേംലാലിനും എൻ്റെ ആ കമ്പനിയിൽ മെമ്പർഷിപ്പ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ പടത്തിന് റൈറ്റർ ഉണ്ടാവില്ല ഭൂമിയിൽ, അറ്റാക്ക് വന്ന് തട്ടിപ്പോവും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് ഇല്ല എന്ന് പറയണ്ടായി. അപ്പം ഈ ശ്രീനേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ എളുപ്പം എന്ന് പറയുന്നത് ശ്രീനേട്ടൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാട്, അതായത് ജീവിതം എങ്ങനെയാകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വളരെ വലിയ വിശ്വാസം, സപ്പോർട്ട്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ തൊട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ ശ്രീനേട്ടൻ്റെ പ്രത്യക്ഷത്തിൽ തന്നെ, പരോക്ഷമായിട്ടല്ല ഞാൻ പറയുന്നത്, പ്രത്യക്ഷത്തിൽ തന്നെ ശ്രീനേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ട് വിമല ചേച്ചി ഉണ്ട് എന്നുള്ളതാണ്. വിമല ചേച്ചിയുടെ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ പോലും, ഞാനിപ്പോൾ പറഞ്ഞ കാഞ്ചനയായാലും ഒക്കെ തന്നെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അതിന് ഓപ്പോസിറ്റായ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നൊരു സൂത്രപ്പണിക്കോ എളുപ്പത്തിനോ ശ്രീനേട്ടന് കിട്ടിയിരുന്ന ഒരു സാധ്യത, ആ സാധ്യത ഉണ്ടാക്കി കൊടുത്തത് വിമല ചേച്ചിയുടെ സ്നേഹവും വിശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും വിമല ചേച്ചി പറഞ്ഞാൽ ശ്രീനേട്ടൻ്റെ സ്വന്തം നിലപാടുകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും ശ്രീനേട്ടൻ ഒപ്പം നിന്ന് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരിക്കലും അവിടെ ചെന്നപ്പം ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്ഷതം കിടക്കുന്നത് കണ്ടു അവിടെ. അപ്പം ഞാനത് കണ്ടപ്പോൾ ചിരിച്ചപ്പോൾ ശ്രീനേട്ടൻ ചോദിച്ചു, എന്താണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലും വന്ന് കിടപ്പുണ്ട്, അപ്പോൾ എൻ്റെ കുറച്ച് സംഗതികൾ അറിയാവുന്നതുകൊണ്ട് ശ്രീനേട്ടൻ ചോദിച്ചു എന്ത് ചെയ്തു. അപ്പം ഞാൻ ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ ശ്രീനേട്ടൻ അത്ഭുതത്തോടുകൂടി പറഞ്ഞു, എനിക്കതിവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം വിമല തന്നതല്ലേ, വിമല പറഞ്ഞിട്ടല്ലേ. അപ്പോൾ വിമല ചേച്ചി പറഞ്ഞാൽ അത് സംഭവിക്കും. അവിടെ ശ്രീനേട്ടൻ വിമല ചേച്ചിക്ക് വേണ്ടി ഒരു യെസ് പറയാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീനേട്ടൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി, ഒരു വിവാദം ഉണ്ടായല്ലോ, അന്നത്തെ സംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു സ്വാമി അവിടെ വന്നല്ലോ, ക്രിയയൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊക്കെ അന്ന് അവിടെ ഉള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിമല ചേച്ചിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യെസ് അവിടെ വന്നിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഇതെന്നാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് ചേച്ചി ഒന്നും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഇടയ്ക്ക് വിളിക്കാത്തൊരിടത്ത് കയറി വന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചേച്ചിക്ക് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ തൻ്റെ നിലപാടുകളെ പോലും ആർക്കെങ്കിലും വേണ്ടി ശ്രീനേട്ടൻ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിമല ചേച്ചിക്ക് വേണ്ടി. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ ഇഷ്ടം, വിശ്വാസം, അതൊരു വല്ലാത്ത ദാമ്പത്യമായിട്ട് തന്നെ നമുക്ക് പറയാം. അത് അത്രയും ആഴത്തിൽ പരസ്പരം മനസ്സിലാക്കിയ രണ്ട് പേർക്കിടയിൽ, അവരായി തന്നെ ഉൾക്കൊണ്ട രണ്ട് പേർക്കിടയിൽ വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതം ജീവിക്കുന്ന സമയത്ത് പിന്നെ ശ്രീനേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവർ കണ്ടനാടെന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കാനായിട്ട് ഒരു സ്ഥലം മേടിച്ച സമയത്ത് കാട് പോലെയായിരുന്നു അത്രേ. അപ്പോൾ അവിടെ പോയപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാണ് ശ്രീനേട്ടൻ്റെ അടുത്ത്, നിങ്ങളിവിടെ വന്ന് അഭിനയിച്ച് പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് പോവും, ഞാൻ ഈ കാട്ട് പ്രദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അതല്ലാത്ത രീതിയിൽ അത് മാറ്റിയെടുക്കുകയും അവിടെ കൃഷിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ശ്രീനേട്ടൻ തൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ
ഹരിതാഭമാക്കി മാറ്റിയപ്പോൾ അവിടെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് ശ്രീനേട്ടൻ്റെ കൂടെ ഒരു നിഴല് പോലെ, അല്ലെങ്കിൽ ശ്രീനേട്ടൻ്റെ കൃത്യം പകുതിയായി വിമല ചേച്ചി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചേച്ചി ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ശ്രീനേട്ടൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചതായിരുന്നു ശ്രീനേട്ടൻ്റെ സിനിമകളിൽ കണ്ടിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു സാധ്യത എന്നാണ് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത്.